നമസ്കാരം. എനിക്കും പറയാനുണ്ട്. ഈ പരമ്പരയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ചിറയിൻകീഴിലെ പൊതുപ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ജയപാലൻ GK ആണ്. നമസ്കാരം സാർ. നമസ്കാരം സാറ് എത്ര വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരും? ഞാൻ പൊതുരംഗത്തെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പൊതുരംഗത്ത് പ്രവർത്തനം ആരംഭിച്ചതാണ്. ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ ആൾക്കാർക്ക് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴൊക്കെ അവരുടെ ദയനീയാവസ്ഥ കാണുകയും അവർ യാചിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ശരിക്കും വിഷമം തോന്നാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പാക്കറ്റിലൊക്കെ തട്ടി എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ഞാൻ സംസാരിക്കും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അന്ന് മുതലേ തന്നെ എനിക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ വക്കം പുരുഷോത്തമൻ സാറിൻ്റെ ആ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന 2 അധ്യാപകരുണ്ട്. ഒന്ന് കുഞ്ചുവീട്ടിലെ മധുവണ്ണൻ, മറ്റൊന്ന് ഒരു ജഗതപ്പൻ നായർ സാർ. അതേ മരിച്ചുപോയി. അപ്പം ഇവർ രണ്ടുപേരും അന്ന് കോൺഗ്രസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ജില്ലാ തലത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ ഇവരോട് എനിക്കൊരു ആരാധനയുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിൽ വരാനുള്ള കാരണം ഇന്ദിരാഗാന്ധി എന്ന ആ ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ അച്ഛനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന ആ ഒരു സംഘടനയോട് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തോട് ഭയങ്കര ഒരു ബഹുമാനം ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അച്ഛനും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര അതായത് നമ്മളെ ഫാമിലി പരമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാകും. അപ്പം ഞാനും കുട്ടിക്കാലത്ത് അത് കണ്ടും കേട്ടും അങ്ങനെ വന്നതാണ്. അങ്ങനെയാണ് ഞാൻ കോൺഗ്രസ്സിൽ വരുന്നത്. ഒരു കോൺഗ്രസ്സിൽ വന്നിട്ട് ഇന്ദിരാ കോൺഗ്രസ് എന്ന് സെപ്പറേറ്റ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എസ് കോൺഗ്രസ്സുമായിട്ട് എസ് കോൺഗ്രസ്സുമായിട്ട് രണ്ടും രണ്ടായി പോയപ്പോഴേക്കും ആൻ്റണിയും ഈ നമ്മളെ വക്കം പുരുഷോത്തമനും ഇടതുപക്ഷ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ കരുണാകരനായിരുന്നു ഇവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അദ്ദേഹം നല്ലൊരു ലീഡറാണ്. ആ നിലയ്ക്ക് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ സമയത്തൊക്കെ വക്കം പുരുഷോത്തമൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കിടന്നുറങ്ങുന്നിടത്ത് എന്നെ കൈക്ക് പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പിന്നെ വെറുക്കുകയാണ് ചെയ്തത്. വെറുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പോയിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശബ്ദമുയർത്തുകയും അവരെ തള്ളിപ്പറയുകയും ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇന്ദിരാ കോൺഗ്രസിലേക്ക് വരികയും മറ്റവരെ അതായത് എതിർ പാർട്ടിക്കാരെ തള്ളിപ്പറയുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറയും ഇയാൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കില്ല. ഇനി ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടില്ല. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് അതിൽ നിന്ന് കുറേ കാലം മാറി നിന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്പോഴേക്കും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അന്ന് കേരളത്തിലെ ഒരേ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത്. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപമായിട്ടുള്ള ഒരു സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് വർക്കലയുള്ള മുത്താനക്കാരൻ ഒരു പ്രഭാകരൻ അദ്ദേഹമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയവരുണ്ട്. ഒന്ന് മനോജ് K. ജയൻ, രണ്ടാമത്തത് അലി അക്ബർ, പിന്നെയുള്ളത് കൽപ്പനയുടെ ഭർത്താവ് അനിൽ, ഡയറക്ടറാണ്. അനിൽ ബാബു എന്നൊരു ഇതിൽ വരുന്നതാണ്. അവർ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നത് അനിൽ ബാബു എന്ന് പറയാം. അപ്പോൾ അവരൊക്കെ എന്നോടൊപ്പം പഠിച്ചിറങ്ങിയത്. അതുപോലെ വളയം സീരിയൽ ചെയ്ത ജയൻ ചെമ്പകന്തി, പിന്നെ നമ്മുടെ പൊന്നുസ്വാമി എന്ന സിനിമ ചെയ്ത സുരേഷ് ഗോപിയുടെ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ക്യാമറാമാനായ ലാലു, പിന്നെ നമ്മുടെ ബൈജു ചെമ്പഴന്തി ക്യാമറാമാനാണ്. പുള്ളി ഇപ്പം ഇൻഡസ്ട്രിയിൽ മാറി നിന്ന് വേറെ പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. അതായത് നമ്മളൊക്കെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പഠിച്ചിറങ്ങിയവരാണ് ഒരേ സമയം. നമ്മളൊക്കെ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ കുറേ കാലം സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫാമിലി പരമായിട്ട് കുറേ വിഷയങ്ങൾ വന്നപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, മറ്റ് മീഡിയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറി.
നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങുന്ന ഒരു ലെവലിലേക്ക് മാറി. അപ്പോൾ ഒരു 1992 ശരിക്കും എന്നെ ചിറയൻകീഴ് മണ്ഡലം, അതായത് കോൺഗ്രസിൻ്റെ ചിറയൻകീഴ് മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നിശ്ചയിക്കുകയും ഞാൻ ചുമതല എടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തിരുന്നു. എങ്കിലും എൻ്റെ പേര് അവർ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അന്നിരുന്നത് ഒരു കേളേശ്വരം രാമചന്ദ്രനാണ് പ്രസിഡന്റ്. അദ്ദേഹം എന്നെ വന്ന് നിരന്തരം ഇങ്ങനെ പ്രഷർ തരുമായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നെ ആത്മഹത്യയാണ് ചെയ്ത്. അതും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അതുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. ഏകദേശം ഒരു 10-12 വർഷത്തിന് മുമ്പ് നമ്മുടെ CMP കാർ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല, പക്ഷേ CMPയിലെ കുറേ പ്രവർത്തകർ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇവരുടെ പ്രഷർ നിമിത്തം ഞാൻ പിന്നെ അവരെ കൂടെ ചേർന്ന് ഞാൻ ജില്ലയുടെ ഒരു ചുമതലയിൽ വരികയും അവരുണ്ടാക്കിയ സൊസൈറ്റിയുടെയൊക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ ഉടായ്പ പരിപാടികളായാണ് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതലേ ഈ RSS എന്നൊരു സംഘടനയായിട്ട് വളരെ ഒരു അറ്റാച്ച്മെൻറ്റ്. കാര്യം അത് നമ്മളെ ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും ഒക്കെ ശരിക്കും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ്. അവർ ആരെയും വെട്ടാനും തല്ലാനും കൊല്ലാനും അല്ല പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും മറ്റ് ഏത് വിഭാഗമായാലും ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. അല്ലാതെ തമ്മിലടിക്കാനോ ജാതി പറയാനോ സ്പർദ്ധ ഉണ്ടാക്കാനോ മതപരമായിട്ട് ഒരു വിദ്വേഷം ഉണ്ടാക്കാനോ പാടില്ല. ആരെയും വെട്ടാനും തല്ലാനും കൊല്ലാനും ഒന്നല്ല പാടില്ല. അപ്പം ഈ അവിടെ നമ്മൾക്ക് തരുന്ന ക്ലാസ് എന്ന് പറയുക, ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ് തരുന്നത്. അല്ലാതെ ആരെങ്കിലും പോയി കൊന്നിട്ട് വരാൻ ഒരിക്കലും പറയാറില്ല. കാര്യം അങ്ങനെയുള്ള ഒരു സംഘടന അല്ല. പക്ഷേ ഇത് പബ്ലിക്കിന് ഇത് അറിയില്ല. പബ്ലിക്കിനെ ശരിക്കും പറഞ്ഞാൽ CPMകാരും CPIക്കാരും മറ്റ് വർഗീയ പാർട്ടികളുമൊക്കെ ശരിക്കും RSSന് മറ്റ് തലങ്ങളിലേക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തി നിറച്ച് പബ്ലിക്കിൽ ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ അതിന്റെ ആദർശം മനസ്സിലാക്കിയാണ് RSSലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു മഹത്തായ ഒരു സംഘടനയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പണ്ട് കാലങ്ങളിൽ ചിലർക്ക് ഇപ്പം എനിക്ക് ഇപ്പോൾ സുദർശനോട് എന്തെങ്കിലും രീതിയിൽ വ്യക്തിവൈരാഗ്യം വന്നാൽ ഞാൻ പോയി RSS ചേരും. RSS ചേർന്നിട്ട് ഞാൻ അവിടെ നിന്നുള്ള ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ വരും. ഇത് പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജനങ്ങളിൽ ഭയം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ആൾക്കാർക്ക് അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഒരു അകലം പാലിച്ചിരുന്നത്. ഞാൻ തന്നെ RSSലാണ് കുട്ടിക്കാലത്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര ഭയം വരുന്നത്. അത് കാരണം ഞാൻ മാറി നിന്നു. അതെനിക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കാലം ഇങ്ങനെ കഴിഞ്ഞു. സിനിമാ രംഗത്ത് പ്രവർത്തിച്ച് മീഡിയ രംഗത്ത് തന്നെ പല മേഖലകളിലാണ്. ഒരു മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ അല്ലെങ്കിൽ സിനിമയോ സീരിയലോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനമോ അതുമല്ലെങ്കിൽ അങ്ങനെ പ്രിന്റിങ് അതൊന്നുമല്ല, ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറിയിലെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചത്. എല്ലാ മേഖലയും ഈ മീഡിയയുടെ എല്ലാ മേഖലയിലും ഞാൻ പ്രവർത്തിച്ചിട്ട് എനിക്കത് അറിയാം. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 10 വർഷത്തിന് മുമ്പ്, അതായത് നമ്മുടെ മോദിജി ഭരണത്തിൽ വരുന്ന സമയത്താണ് എന്നെ ചിറയൻകീഴത്തെ ഒരു പ്രമുഖ RSS നേതാവ് എന്നെ RSSലേക്ക് അതിൻ്റെ അതായത് മറ്റേ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ BJPയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നു. വേറെ അല്ലാതെ ഈ പരിവാർ സംഘടനകളുടെ ചുമതല അങ്ങനെ എന്തെങ്കിലും? പരിവാർ സംഘടനകളുടെ ഒരുപാട് ചുമതലകൾ, ഒട്ടുമിക്ക ചുമതലകളിലും ഞാനുണ്ടായിരുന്നു. ഒന്ന് അവസാനമായിട്ട്, അതായത് ഞാൻ ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ BHPയുടെ ചുമതലയിലേക്ക് വന്ന് ഞാൻ താലൂക്ക് സെക്രട്ടറിയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അകത്ത് കുറച്ച് അഴുക്കുകളാണ് തമ്മിലടിക്കുന്നതുകൊണ്ട് ഞാനത് കളയുകയാണ്. പിന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശാർക്കര ശാഖാ സെക്രട്ടറിയായിട്ട് വരിക. അവിടെ നിന്ന് പിന്നെ താലൂക്കിലേക്ക് പോകും. താലൂക്കിൽ നിന്ന് പോയി ജില്ലയിലേക്ക് ഉള്ള ചുമതല വരും. വീണ്ടും തിരിച്ച് താലൂക്കിലെ ചുമതല ഞാൻ പോയിരിക്കുക. പിന്നെ അതുകൂടാതെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പൊതു സേവനങ്ങൾ ഇപ്പോൾ ആര് വന്നാലും, ഇപ്പോൾ രാഷ്ട്രീയക്കാർ ആര് വന്നാലും, ഏത് രാഷ്ട്രീയമാണ് എൻ്റെ അടുത്ത് വന്നാലും അവർ വന്നിട്ട് അവർക്കൊരു ആവശ്യം എന്നോട് പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ന്യായമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും.
ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പലർക്കും അറിയാം. കാരണം വെച്ചാൽ ഇത് രാഷ്ട്രീയം നോക്കിയല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇതൊക്കെ നമുക്കൊരു ബന്ധം തന്നെയാണ്. ആ ഒരു ബന്ധം നമ്മൾ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം നമ്മൾ നിലനിർത്തി തന്നെയാണ് എല്ലാ കാര്യത്തിലും ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്നോട് ഒരു പ്രത്യേക സ്നേഹവും ഉണ്ട്, അടുപ്പമുണ്ട്. ഞാൻ ഒരിക്കലും അവരുടെ ഒരു ശത്രുവായിട്ട് അവർ എന്നെ കണ്ടിട്ടില്ല, ഞാനൊട്ട് അവരെയും കണ്ടിട്ടില്ല. പിന്നെ പറയും, നമ്മുടെ ഓരോ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയും. അതുകൊണ്ട് ശത്രുതയുണ്ട്. അല്ലാതെ വേറെ ശത്രുതയൊന്നുമില്ല. അത് കാരണം മനസ്സിലായില്ല. ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിലായാലും ശരി, എൻ്റെ അമ്മയോടായാലും ശരി, എൻ്റെ അച്ഛനോടായാലും ശരി, എൻ്റെ ഭാര്യയോടായാലും ശരി, എൻ്റെ സഹോദരിമാരോടായാലും ശരി, സഹോദരന്മാരോടായാലും ശരി, എൻ്റെ മക്കളോടായാലും, എൻ്റെ ശേഷകാലോടായാലും, എൻ്റെ സുഹൃത്തുക്കളോടായാലും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നോക്കി പറയാനുള്ള ഒരു പ്രവണത, തെറ്റ് കണ്ടാൽ ഞാൻ വിമർശിക്കും. പക്ഷെ അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനകത്തും വെളിയിലൊക്കെ ആ തരത്തിലുള്ള കുറെ ശത്രുത ഉണ്ട്. അതാണ് സാറ് BJP പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശാർക്കര നോബൽ സ്കൂളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. അത് പിന്നെ ഭയങ്കര വിഷയങ്ങളായി, അത് പിന്നെ കോടതിയിലെത്തി, പിന്നെ കേസായി. ഇപ്പോൾ അറിയാൻ സാധിച്ചത് കോടതി സാറിനെ വെറുതെ വിട്ടുവെന്നാണ്. കാരണം നിരപരാധിയാണെന്ന് കരുതിയിട്ട് വെറുതെ വിട്ടുവെന്നാണ് അറിയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ ഈ BJPയിൽ ഇരിക്കുന്ന സമയത്ത്, BJPയിൽ ചിറയൻകീഴ് പഞ്ചായത്ത് സമിതിയുടെ ഒരു പ്രധാന ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ശക്തമായിട്ടാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മളെ ഉദയൻ ചെമ്പഴന്തിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് എന്നെ ജനറൽ സെക്രട്ടറി, അവിടുത്തെ ചിറയൻകീഴ് പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു. അത് പ്രസിഡന്റ് ആട്ടോ ഓടിക്കുന്ന സന്തോഷ് ആണ്. ആ സന്തോഷിൻ്റെ അടുത്ത് പറഞ്ഞ്, പക്ഷെ പുള്ളി ഉഴപ്പി പൊയ്ക്കൊണ്ടിരുന്നു. അത് വേറെ കളിയായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പം ഞാൻ പിന്നെ അതിന് പിടിയൊന്നും കൊടുക്കാൻ, വലിയ ബലം കൊടുക്കാനൊന്നും പോയില്ല. കാര്യം നമുക്കിപ്പോൾ സംഘടനയിൽ ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ആത്മാർത്ഥമാണ്. ഇവിടെ ഇപ്പം നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സംഘടനയ്ക്കകത്തല്ല ഏതൊരു സംഘടനയ്ക്കകത്തും ചില താപ്പാന്മാരുണ്ട്. ഇവരങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒന്നും ചെയ്യുകയില്ല, എന്നാൽ ചെയ്യുന്നവരോട്ട് ചെയ്യാനും സമ്മതിക്കില്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. കാര്യം ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു, എല്ലാ പബ്ലിക് എന്നെ ശ്രദ്ധിക്കുന്നു, എന്നിലേക്ക് വരുന്നു. അപ്പം ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരുപാട് കയറിപ്പോകുന്നു എന്നൊരു തോന്നൽ ഇവർക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ തന്നെ എൻ്റെ ചെവി കൊണ്ട് കേട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. RSSൻ്റെ തന്നെ ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരു പയ്യൻ, ജയവേലൻ ചേട്ടൻ പാർട്ടി വന്നിട്ട് അത്രയും ഭയങ്കര പെട്ടെന്ന് വേറെ വലിയ ആളായിട്ട് പോയാ എന്നൊരു സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. ഞാൻ ചിരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഈ നമ്മുടെ പ്രവർത്തകർക്കുണ്ട്. അത് മാറണം. മാറിയില്ലെങ്കിൽ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനങ്ങനെ അതിലിരിക്കുന്ന സമയത്താണ് ചിറയൻകീഴ് നോബൽ സ്കൂളല്ല ശരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് അതിൻ്റെ പേരെന്ന് പറയുന്നത് ബോയ്സിൻ്റെത് SCVGHS എന്നും ഗേൾസിൻ്റെത് SSVGHS എന്നാണ് അതിൻ്റെ പേര്. അതായത് ശ്രീ ചിത്തിരവിലാസം ബോയ്സ് ഹൈസ്കൂളും ശ്രീ ശാരദവിലാസം ഗേൾസ് ഹൈസ്കൂൾ എന്നാണ്. അതിന് ഈ നോബൽ ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തപ്പോൾ അവർ ഈ നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് അതാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ ബൂസ്റ്റ് ചെയ്യാറില്ല. സാധാരണ ഒരു ടൈറ്റിൽ വെക്കുമ്പം ആ സ്കൂളിൻ്റെ പേരുകൾ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ബ്രാക്കറ്റിനത് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്നേ കൊടുക്കുള്ളൂ, ചെറുതായിട്ടേ കൊടുക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കാലാകാലങ്ങളായി കണ്ടിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ശരിയായ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയല്ല. ഇദ്ദേഹം ഭയങ്കരമായിട്ട് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്ന് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വലുതായിട്ട് വെച്ചിട്ട് ഈ സ്കൂളിൻ്റെ പേരുകളെല്ലാം വളരെ ചെറുതായിട്ടേ വയ്ക്കുകയുള്ളൂ. അങ്ങനെ മാറി ഇപ്പം നോബൽ സ്കൂൾ ഓഫ് ഗ്രൂപ്പ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്കൂള് അന്നത്തെ പഴയ കാല കെട്ടിടങ്ങളാണ് ഇരിക്കുന്നത്. ആ പഴയ കാല കെട്ടിടത്തിൽ ഇപ്പം 4 സ്കൂൾ ഉണ്ടായിരുന്നു. അതൊന്ന് ലോവർ പ്രൈമറി ഉണ്ട്, പിന്നെ ബോയ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഗേൾസ് ഉണ്ട്, മറ്റേ LKG UKGയുടെ പ്ലേ സ്കൂളുണ്ട്. ഈ 4 സ്കൂളിനും ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇത് വേണമെന്നാണ് നിയമം. ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ എല്ലാത്തിനും കൂടെ ഒന്നാണ്. ഈ ഒന്നിൽ അന്ന് ആ സമയത്ത് എൻ്റെ മുമ്പിൽ വന്ന പരാതി എന്ന് പറയുന്നത്, നിങ്ങൾ BJPക്കാരല്ലേ, നിങ്ങളൊക്കെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും ചെയ്യൂല
അവർ ആ രീതിയിൽ ഇടപെടില്ല. കാരണം അവരൊക്കെ ഇവർക്ക് കൂട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ എത്രയോ തവണ പരാതി നിങ്ങളടുത്ത് പറഞ്ഞു, എൻ്റെ മോക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ പെമ്പിള്ളേർക്ക് അവിടെ പഠിക്കുന്ന പെമ്പിള്ളേർക്ക് ടോയ്ലറ്റിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ അടിക്കുന്നു. രക്ഷിതാക്കളുടെ പരാതിയാണ്. മറ്റൊന്ന്, അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് കുട്ടികൾക്ക് വയറ്റിനസുഖം വരുന്നു. അവിടെ അത്രയും വൃത്തിഹീനമാണ്. നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് അതിന് വേണ്ട നടപടി എടുത്തുകൂടെ? നിങ്ങൾ അതിന് വേണ്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കി അവിടെ ഇടപെട്ടുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെയൊക്കെയല്ലേ നമുക്ക് പ്രതീക്ഷ. ഒരു പൊതുപ്രവർത്തനം കൂടെ ആയതുകൊണ്ട് ആ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ശരി, ഞാൻ നോക്കാം. പിന്നെ അവിടെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സെക്യൂരിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മളെ പഠിക്കുന്ന കാലത്ത് അവിടെ സെക്യൂരിറ്റിയുടെ ഒരു ആവശ്യമില്ല. ഇദ്ദേഹം എടുത്തതിന് ശേഷം അവിടെ ഭയങ്കര സെക്യൂരിറ്റി, മറ്റേ CCTV ക്യാമറ, അങ്ങനെ കുറേ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു ആർപ്പാടും കുറേ എങ്കിലും ഇപ്പോഴും കുറേ അത് ആവശ്യമാണ്. അപ്പം അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക്, അവിടെ നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാ ജീവനക്കാർക്കും എന്നെ അറിയാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ നിർബന്ധമായിട്ട് കയറേണ്ടി വന്നത് ഈ പരാതി കൊണ്ട് മാത്രമല്ല. അവിടെ ആ സ്കൂളിൽ കുറേ അധ്യാപകർക്ക് വേക്കൻസി ഇല്ലാതെ തന്നെ അവിടെ അവരെ പൈസ വാങ്ങിയിട്ട് അവർക്ക് അവിടെ നിയമനം നടത്തും. അപ്പോൾ അവർക്ക് ശമ്പളമില്ല. അപ്പോൾ അവർ ഭയങ്കര വിഷയത്തിലാണ്. പിന്നെ ശമ്പളം ഉള്ളവർക്കൊട്ട് ശമ്പളം ഇതിന് എഴുതി പോകുന്നുമില്ല, ശമ്പളം കൊടുക്കുന്നത്. എന്തൊക്കെ ഇവർ തമ്മിലൊക്കെ എന്തോ ക്ലാഷുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ വന്നു കിടന്നിട്ട് അവർ ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ സാറിന് വേണ്ടി വളരെ പുഷ് ചെയ്തിട്ട് അവർ തന്നെ പറഞ്ഞ് കേസൊക്കെ വന്നാൽ നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് പിന്നെ അതിൽ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ ഒരാൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിക്രമിച്ച് കടന്നതൊന്നുമില്ല. പക്ഷേ അത് എടുത്ത് ഞാൻ ചെന്ന് കാണുമ്പോൾ കെട്ടിടങ്ങളൊക്കെ കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അവിടെ അന്നത്തെ സമയത്ത് എല്ലാം കൂടെ ഒരു 4-5 ടോയ്ലറ്റേ ഉള്ളൂ. 4000-ഓളം കുട്ടികൾ പഠിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത്രയും കുട്ടികൾക്ക് ഒരു 50 കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് എന്നാണ് അത് ശരിക്കുള്ള നിയമം. അത്രയില്ലെങ്കിലും കുറച്ചെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ അതില്ല. അതിന് പകരം ഒരു 4-5 ടോയ്ലറ്റ് ഉള്ളൂ. പക്ഷേ അതൊക്കെ തന്നെ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് വൃത്തിയാക്കാതെയൊക്കെ ഉള്ള അവസ്ഥയാണ്. ഞാൻ അത് കണ്ടോണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവരുടെ ഈ പാചകപ്പുരയിൽ പോയി നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോസ് ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്. കാരണം ഞാൻ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ എനിക്കിത് പൊതുസമൂഹത്തിൽ വീണ്ടും കാണിക്കണം. അപ്പോൾ അങ്ങനെ ഈ സംഭവം ഞാൻ കയറി നോക്കുമ്പോൾ കംപ്ലീറ്റ് അഴുക്കാണ്. അഴുക്കെന്ന് വെച്ചാൽ വൃത്തിയാക്കാതിട്ടിരിക്കുന്ന ആര്. രണ്ടാമതെന്ന് പറയുന്നത് ഇത് ഒഴുകിപ്പോകുന്ന ഇവർ ഒഴുക്കി വിടുന്ന ഈ കഞ്ഞിവെള്ളം ഇത് ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ കിടന്നിട്ട് കെട്ടിക്കിടന്ന് ശരിക്കും പുഴു ഞൊളക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ഇതെല്ലാം കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതെല്ലാം അന്ന് ഓക്കിയുടെ സമയമാണ്. അതായത് ഞാനിത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഓക്കി. അപ്പോൾ ഇതെല്ലാം ഈ ഷൂട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാനിത് ഏഷ്യാനെറ്റിന് അയച്ചു. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് ഇവിടെ നിങ്ങൾ വാർത്തയാക്കണമെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിന് അയച്ചു. പക്ഷേ അവർ അത് ചെയ്തില്ല. ചെയ്യാതിരുന്നിട്ട് ജനത്തിനും അയച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ വരുന്ന അത്രയും ഓക്കിയുടെ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇവരെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അപ്പോൾ ഇവന്മാരിവിടെ ഈ മറ്റേ പാർട്ടി എന്നെ കിടന്ന് ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് എടുത്തിട്ട് ഇതുവരെ വാർത്ത വന്നിട്ടുണ്ടോ, നമുക്ക് ശമ്പളമില്ല, മറ്റേയാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് എന്നെ പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അപ്പോഴൊക്കെ ഇവരെ വിളിക്കും, ചാനലുകാരെ വിളിക്കും. ചാനലുകാരെ ഇങ്ങനെ വിളിക്കുമ്പോഴേക്ക് അവർ എൻ്റെ അടുത്ത് അവസാനം പറയുന്നത്, ചേട്ടൻ അറിഞ്ഞൂടെ ഇപ്പം ഈ ഒരു ദുരന്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ലൈവാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇത് ചെയ്യാൻ പറ്റൂല, ഇതൊന്ന് കഴിയട്ടെ. അങ്ങനെയാണ് ഞാനെടുത്ത് അതിനെ വീഡിയോ ആക്കി. ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ BJPയുടെ ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ ഗ്രൂപ്പിലിട്ടു. ഗ്രൂപ്പിൽ ഒരാഴ്ചയോളം അതിൽ കിടന്നു. അപ്പോഴൊന്നും ആരും അപ്പോഴേ എൻ്റെ അടുത്ത് സന്തോഷ്, നമ്മളെ ചിറയൻകീഴ് പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് സന്തോഷ് പറഞ്ഞത്, നല്ലതായി, അവന് കുറച്ച് ഒരടി കൊടുക്കേണ്ട ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റ് സാബു ഒക്കെ അത് കണ്ടിട്ടും വേറെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനെടുത്ത് ഇത് എൻ്റെ ഫേസ്ബുക്കിലിട്ടു. അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്.
എൻ്റെ ഫേസ്ബുക്കിലിട്ടിട്ട് ഇങ്ങേർക്ക് വിട്ടുകൊടുത്തു. സാറേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത്, നിങ്ങളത് പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ചില ടീമുകൾ എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യണം, അത് അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇതായി. കാര്യം എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തണേ എനിക്ക് ഇഷ്ടമാക്കാം. മാന്യമായിട്ട് വളരെ സ്നേഹമായിട്ട് എൻ്റെത് ആവശ്യപ്പെട്ടാലും ഞാൻ ജനുവനാണെങ്കിൽ അത് ചെയ്യും. അതല്ലാതെ പറയാണ് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തത് നീ അങ്ങനെ ഒരു ഭീഷണി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നീ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ്. എനിക്ക് ഇപ്പോഴും പേടിയൊന്നുമില്ല, മരിക്കാനൊരു പേടിയില്ല. കാര്യം ചെയ്യുന്ന കാര്യം ഫ്രാങ്കായിരിക്കും, പറയുന്ന കാര്യം ഫ്രാങ്കായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ കളയാം. അപ്പം ഇതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു, ചേട്ടാ നിങ്ങളത് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ ഒക്കെ നമ്മൾ ഉത്തരവാദിയല്ലാണ്. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ ഓരോ ഭവിഷ്യത്തുകൾ? നിങ്ങളതിനെ കൊല്ലുമെങ്കിൽ ഓക്കെ കൊന്നോ, പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു ഭീഷണി സ്വരം വന്നുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. രാത്രി ഒരു 12 മണിയായപ്പോൾ നമ്മളെ മണ്ഡലം പ്രസിഡന്റ് സാബു എന്നെ വിളിക്കുന്നു, ചേട്ടാ നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ കണ്ടല്ലോ, പിന്നെ എന്ത് നിങ്ങൾ ഒരു മറുപടിയും പറഞ്ഞു. അത് നിങ്ങൾ പാർട്ടിയോട്ട് ആലോചിക്കാതെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റും. ഞാൻ നീ പറ വെച്ചിട്ട് നീ ഒരു സപ്പോർട്ട് തരണ്ടെന്ന് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. കാര്യം ആ രീതിക്ക് ഒരു സംഭാഷണം വന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിച്ചത്. കാര്യം ഞാനൊരു സംഘടനയുടെ ഒരു ഭാഗമാണ്. സംഘടനയ്ക്ക് വേണ്ടി എൻ്റെ ജോലി പോലും കളഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. കാര്യം വെച്ചാൽ ഞാനിപ്പം ബാഗ് കൊടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴായിരിക്കും, ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് പോകുമ്പോഴായിരിക്കും പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സന്തോഷ് എന്നെ വിളിക്കണം, ചേട്ടാ വിളിക്കണം. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. അത് ചേട്ടാ ഇങ്ങനെ മണ്ഡലം കമ്മിറ്റിയാണ്, എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് കാല് സുഖമില്ല, ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഇവിടെയാണെന്ന് പറയും. പുള്ളി എവിടെയെങ്കിലും ഓട്ടത്തിലായിരിക്കും. ഉടനെ ഞാൻ നേരെ വീട്ടിൽ പോയി ബാഗൊക്കെ വെച്ചിട്ട് നേരെ കമ്മിറ്റിക്ക് പോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അത്രയും ഡെഡിക്കേറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആണ് ഈ ജയൻ ചെമ്പഴി ഈ സന്തോഷം പറഞ്ഞത് ജയപാലൻ ചേട്ടന് പഞ്ചായത്ത് സമിതിയുടെ ജനറൽ സെക്രട്ടറി ആകണമെന്ന് പറഞ്ഞു. മറ്റേ ജനറൽ സെക്രട്ടറി ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എനിക്കിട്ട് ആ പഠിച്ചവന്മാർ വെച്ച് അങ്ങനെ നിൽക്കണം, അവർ ചെയ്യുന്നില്ല. ഞാനും അതിൽ ഇതൊന്നും കൊടുത്തില്ല. അപ്പോൾ ആ സന്തോഷ് പറയുന്നു, സന്തോഷം അങ്ങനെ പിന്നെ സന്തോഷ് വിളിച്ചു അല്ല ഇതിനെന്താ സാബ് ഇങ്ങനെ വളരെ ഹറാസിംഗ് ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഒരു ചുക്കും ചെയ്യേണ്ട, ഞാൻ നോക്കിക്കോളാം, സംഘടന BJP എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. കുറേ കഴിഞ്ഞാൽ വീണ്ടും സന്തോഷം എന്നെ വിളിച്ചു, ചേട്ടാ അതങ്ങ് ഡിലീറ്റ് ചെയ്താലേ, അത് സാബ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്, നമുക്ക് പൈസയൊക്കെ തരുന്ന ആളല്ലേ, അയാൾക്കെതിരായിട്ട് നമ്മൾ എന്തിനങ്ങനെ ചെയ്യും. ഞാൻ ചോദിച്ചാൽ പൈസ നമുക്ക് തരും, ശരിയാണ്, ഓക്കെ, പൈസ തരുന്നെന്ന് കരുതിയിട്ട് എന്ത് തെമ്മാടിത്തരം ചെയ്യാനുള്ളതല്ലല്ലോ. സ്കൂളിലെ 4000 കുട്ടികൾ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ മറുപടി പറയുമോ? ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് മറുപടി പറയുമോ? ഇത്രയും വിഷയങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഈ അധ്യാപകരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നം അത് നമുക്ക് വേണമെങ്കിൽ കളയാം. പക്ഷേ ഈ കുട്ടികളുടെ ഈ വിഷയം, ആ പെൺകുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരുന്നു, ആൺകുട്ടികൾ മറ്റുള്ള എല്ലാ കുട്ടികൾക്കും വയറ്റിന് അസുഖം വരുന്നു, അവർക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ നിങ്ങൾ മറുപടി പറയുമോ എന്ന് ഞാൻ ചോദിച്ചു. ചേട്ടൻ ചോദിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു പ്രഷർ വരുമ്പോഴത്തേക്കിന് ചേട്ടാ അതങ്ങ് ഡിലീറ്റ് ചെയ്യണം, എന്തിനും തലവേദന വേണ്ടാന്ന്. അങ്ങനെ ഞാൻ രാത്രി തന്നെ 12 മണിയാവും ഞാൻ നേരെ സ്റ്റുഡിയോയിൽ പോയി, സ്റ്റുഡിയോ തുറന്നു, എല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനുശേഷം വരുന്നത് എനിക്കെതിരെ ഈ നോബൽ സ്കൂളിലെ മാനേജർ എനിക്കെതിരെ ഒരു പത്രസമ്മേളനം വിളിച്ചു. ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് സ്കൂളുകളുടെ, അതായത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളെ നശിപ്പിക്കാനായിട്ട് ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നു. കഞ്ചാവും അതായത് ലഹരി മരുന്നുകൾ ഉൾപ്പെടെ വിൽക്കപ്പെടുന്ന ഒരു ലോബിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു ജയപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിനെ നശിപ്പിക്കാനായിട്ട്
തെറ്റായ പ്രചരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നടത്തുന്നു. അദ്ദേഹത്തിന് എല്ലാ ജനങ്ങളും ഒറ്റപ്പെടുത്തണം, പാർട്ടിക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. അപ്പം ഈ പത്രസമ്മേളനം നടത്തിയതിന് നേതൃത്വം കൊടുത്തത് ഈ നമ്മളെ മനോരമയുടെ ചിറയൻകീഴിൻ്റെ ബ്യൂറോ ചീഫായ പെരുങ്കുഴി ശ്രീകുമാറാണ്. അപ്പോൾ ശ്രീകുമാറിന് എന്നോട് ചെറിയൊരു ഇടച്ചിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാമിജി തിയേറ്ററിൽ മാനേജറായിട്ടിരിക്കുമ്പം അവിടെ വണ്ടി കൊണ്ടിടുന്നതിനൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എന്നെ ആ തിയേറ്റർ ഉടമ തിയേറ്ററിൻ്റെ വാടകയ്ക്കെടുത്തേക്ക് നാളെ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി എടുത്തിട്ട് പാർക്ക് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ആകെ കയറുന്ന 5-6 പേരാണ്. ബ്ലോക്കല്ല, ചിലപ്പോൾ ഇവർ അതുവഴി പാസ് ചെയ്ത് പോകും. പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് കുറേ കാറൊക്കെ കിടക്കും. അപ്പോൾ ശരിക്കും ഫാമിലിയൊക്കെ ഉണ്ട്. ടിക്കറ്റിൻ്റെ കളക്ഷൻ നോക്കുമ്പോഴത്തേക്ക് പൈസ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് ടിക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടണം. ഞാനതേ ചെയ്തോളൂ. പക്ഷേ ഇയാൾ വന്നിട്ട് ഞാനുമായിട്ട് ഭയങ്കര പോട്ടിയായി, ഭയങ്കരമായിട്ട് അതായത് എന്തൊക്കെ ചെയ്ത് കളയുന്നുള്ളത് ഞാൻ ആ കട്ടയ്ക്ക് അതേപോലെ തന്നെ നിന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു ഉലച്ചിൽ വന്നു. അപ്പോൾ അത് ഇയാളുടെ മനസ്സിൽ കിടക്കുന്നുകൊണ്ടാണ് ഇയാൾ ഇതിന് നേതൃത്വം നൽകിയത്. ഇയാൾ എന്നിട്ട് ഇയാളുടെ മനോരമയിലാണ് ശരിക്കും ഈ ഒരു വാർത്ത ഇങ്ങനെ വന്നത്. അതായത് ഞാനൊരു കഞ്ചാവിൻ്റെ അതായത് ലഹരി മാഫിയയുടെ ആളാണ്, ഞാൻ ഇവിടുത്തെ അതിൻ്റെ ലീഡറാണ്, ഞാൻ ഈ സ്കൂളിലെ കുട്ടികളെ നശിപ്പിക്കാൻ, ഈ സ്കൂളിൻ്റെ നിലനിൽപ്പ് തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അതിന് വാർത്ത. ആ വാർത്ത കട്ടിങ് ഞാനത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അന്ന് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും ഈ ശ്രീകുമാറിനെതിരെയായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമായിരുന്നു. അന്ന് എന്നോട് ഈ നമ്മളെ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന SI അദ്ദേഹം അവിടെ നിന്ന് ട്രാൻസ്ഫർ വേറെ പോയി. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. കാരണം നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യമാണ്. ആ നല്ല കാര്യത്തിന് എതിരായിട്ടാണ് ഇവർ നിങ്ങൾക്കെതിരെ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാനനഷ്ട കേസ് കൊടുക്കണം. പക്ഷേ ഞാനത് ചെയ്യാതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറേ കാലം ഇതിൻ്റെ പുറകെ നടക്കണം. എനിക്ക് അന്നേരം കോടതിയും കേസുമായിട്ട് ഞാൻ ഇങ്ങനെ നടക്കണം. ഒന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ സമയത്ത് എൻ്റെ മകനെ നോക്കാൻ ആളില്ല. അവനെ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ തോറും കൊണ്ടു നടന്നാണ് പഠിപ്പിക്കുന്നത്. അവനെ തോളിലെടുത്തും ചുമന്നും കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാനായിട്ട് പോയില്ല. ഈ സജീഷ് സാറ് 3-4 തവണ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളത് കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാം സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ മാറിപ്പോക്കളെ. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നപ്പോഴത്തേക്ക് അന്ന് അപ്പോഴീ നേരത്തെ പറഞ്ഞവരൊക്കെ നമ്മളെ സഹായിക്കാം, അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അവരെല്ലാം പിന്നെ വന്ന് അവരൊക്കെ പിന്നെ ആരും പക്ഷേ എന്നെ കൊണ്ടുപോയൊരു കക്ഷി എൻ്റെ കാല് പിടിച്ച് പറഞ്ഞ് ചേട്ടാ എൻ്റെ പേര് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അമ്മ എന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അപ്പോൾ അവൻ്റെ ചേട്ടൻ എൻ്റെ അനുജൻ്റെ കൂടെ പഠിച്ചതാണ്. ഇവരൊക്കെ എൻ്റെ സഹോദരങ്ങളോടെ പഠിച്ചവരാണ്. അപ്പോൾ അവൻ്റെ ചേച്ചിക്ക് എൻ്റെ പ്രായമുണ്ട്. അവൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ പഠിച്ചതാണ്. അപ്പം ഈ പയ്യൻ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, ചേട്ടാ എൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് പെൻഷൻ മേടിക്കാൻ പറ്റാതായിപ്പോൾ. അപ്പോൾ എനിക്കൊരു സ്വഭാവമുള്ളത്, ഞാൻ സ്വയം നശിച്ചു പോയാലും മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരാജയപ്പെട്ടു പോയത്. ഞാൻ ഒരുപാട് പേർക്ക് ഇതുപോലെ പല കാര്യങ്ങളിലും ഞാൻ അവരുടെ തെറ്റുകുറ്റങ്ങളെ എൻ്റെ തലയിൽ കൊണ്ടുപോയി ഏറ്റെടുത്തുകൊണ്ട് അവരെ രക്ഷിച്ചിട്ടുണ്ട്. അത് എൻ്റെ വീട്ടുകാർ അമ്മയൊക്കെ പറയും, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിൻ്റെ മുമ്പ് വന്ന് അവ അങ്ങനെ പറഞ്ഞപ്പോൾ നീ കയറി ഏറ്റെടുത്തിന് എന്ന് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചോദിക്കുന്നതാണ്, കൃഷ്ണൻ ഭഗവാന്റെ മുമ്പിൽ വന്ന് ആദ്യമായിട്ടൊരു സഹായം ചോദിക്കുന്ന ആരാണോ അവർക്കല്ലേ അദ്ദേഹം സഹായം നൽകുന്നത്. അദ്ദേഹം എന്ത് വന്നാലും അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തെ കണ്ടും കേട്ടും പഠിച്ചു വളർന്നതാണ്. ആ ഒരു മനസ്സാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം മനസ്സ് നമുക്ക് തന്നെ പാരയായി മാറി, പിന്നെ നമുക്ക് പാരയായിട്ട് മാറി. നമ്മളെ ശരിക്കും ഒരുപാട് പേര് മുതലെടുത്തു. അത് വീട്ടുകാർ മുതലെടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്ത്, അത് ആരാണ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ നമ്മൾ സ്കൂളിൻ്റെ ഓണർക്ക് ഈ മാനേജർക്ക് ഒറ്റ
ആവശ്യമേ ഉള്ളൂ. ഇതാരാണ് ചെയ്യിച്ചത് അത് പറഞ്ഞു കൊടുത്താൽ അതേ എനിക്കെതിരെ കേസെടുക്കില്ല. അപ്പം ഇതിന് ഇയാളൊരു ഓഫർ കൂടെ വെച്ചു നമ്മുടെ പാർട്ടിക്കാരുടെ അടുത്ത്. പറഞ്ഞത് 1,00,000 രൂപ തരും. അയാളിൽ നിന്നും ഇതാരാണ് ചെയ്യിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കി നമ്മളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ 1,00,000 രൂപ തരും. ഇതൊരു ഓഫറായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് സന്തോഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഒരു കാര്യം പറയാട്ടെ, ആരാണ് ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചത്? എനിക്ക് 1,00,000 രൂപ കിട്ടും. അപ്പം ഞാൻ ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ പോടാ. അപ്പം അങ്ങനെ ഈ ഒരു കേസിൽ നമ്മളെ BJPയുടെ ചിറയൻകീഴ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി 1-2 തവണ കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു. ജയപാലന് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടൊരു കേസ് നടത്തേണ്ടി വന്നാൽ എത്ര രൂപ ചിലവായാലും BJP വഹിക്കും എന്നും പറഞ്ഞ് മിൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ മിൻസൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവരാരും എന്നെ തിരിഞ്ഞു വന്ന് നോക്കിയിട്ടില്ല. പിന്നെ എനിക്കെതിരെ പരമാവധി എത്രത്തോളം പാര വയ്ക്കാമോ, ആ സംഘടനയ്ക്കകത്ത് എന്നെ എത്രത്തോളം തളർത്താമോ, എന്തൊക്കെ രീതിയിൽ എന്നെ ദ്രോഹിക്കാമോ, ഇതൊക്കെ യവന്മാർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ അന്ന് വരുന്നൊരു പ്രചോദനമുണ്ട്, അഴിയൂരത്തെ പ്രചോദനം. ഇത് ശരിക്കും ഫ്ലാഷ് ചെയ്തത് അഴിയൂരത്തെ പ്രചോദനമാണ്. BJPയുടെ അന്നത്തെ ഒക്കെ ചുമതലയിലുള്ള അന്നത്തെ പ്രഭാരിയായിരുന്നു ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ. ആ പുള്ളിക്കാരനാണ് യഥാർത്ഥത്തിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഞാനല്ല, ഞാൻ പറഞ്ഞത് ഞാൻ 1 മണിക്ക് അത് ഡിലീറ്റ് ചെയ്തു. അന്ന് അത് കണ്ടത് 1-2 പേര് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അറിയാൻ പറ്റും. 1-2 പേര് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അന്ന് രാത്രി സന്തോഷം എന്നെ വിളിച്ച് പറയുന്നു, ചേട്ടാ നമ്മൾ അഴിയൂരത്തെ പ്രചോദനം നിങ്ങളെ വിളിക്കും, ആ പ്രചോദനം ചേട്ടന് നിങ്ങളിത് അയച്ചു കൊടുക്കണം, അയാൾ ചെയ്തോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ്, അതൊന്നും ശരിയാവില്ല. അങ്ങനെ ഉടനെ പ്രചോദനം എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ പ്രചോദനാണ്, ചേട്ടാ ആ വീഡിയോ എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഇയാളെ ആനന്ദത്തിലുള്ള ആനന്ദോട് കുറച്ച് പോട്ടിയുണ്ട്. അപ്പോൾ ആനന്ദത്തിലോട്ട് ആനന്ദൻ്റെ സ്കൂളിൽ നിന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇയാൾ നിർബന്ധിച്ച് എൻ്റെ നിന്ന് ഈ വീഡിയോ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് ആനന്ദത്തിലോട്ട് ആനന്ദം എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാൻ കൊടുക്കും മറുപടി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നിന്ന് ഇത് വാങ്ങി ഈ ആശാൻ ഈ കംപ്ലീറ്റ് സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്ത് ഇത് വൈറലാക്കിയത്. അല്ലാതെ ഞാനല്ല യഥാർത്ഥത്തിൽ ഇത് ഷെയർ ചെയ്തതും എടുത്തത്. അത് എന്നിട്ട് ഭയങ്കര തമാശ എന്ന് പറയുന്നത്, ആറ്റിങ്ങൽ സർക്കിൾ ഓഫീസിൽ എൻ്റെ കൂടെ ഈ പ്രചോദനം ഉൾപ്പെടെയാണ് വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോയത്. അപ്പോഴുമാണ് എനിക്ക് പറയാം, ഇയാളാണ് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതും എടുത്തത്, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്, ഇയാളാണ് ഇത് സ്പ്രെഡ് ചെയ്തത് എന്ന് എനിക്ക് പറയാം. ഞാനത് പറഞ്ഞില്ല. എന്നിട്ട് പ്രചോദനമൊക്കെ എനിക്കെതിരായിട്ട് ഒരുപാട് കളികളൊക്കെ കളിച്ചു എന്നുള്ളതാണ്. ഞാൻ എന്നിട്ട് അവരോടൊന്നും വിരോധം വെച്ചിട്ടില്ല. അപ്പോൾ ആറ്റിങ്ങൽ CI സാറ് പറഞ്ഞത്, ഇതെല്ലാം കണ്ടിട്ട് എന്നെ കുറച്ച് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്കെതിരായിട്ട് ഇതിന് നടപടിയെടുക്കാനൊന്നും പറ്റില്ല, കാരണം നിങ്ങൾ ചെയ്ത ജെനുവനായിട്ടുള്ള ഒരു വിഷയമാണ്, അത് നല്ലൊരു കാര്യമാണ്, അതുകൊണ്ട് ആർക്കും അതിൽ കേസെടുക്കാൻ പറ്റില്ല, കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു പേരുള്ള ഒരു സബ് ഇൻസ്പെക്ടർ ഉള്ള ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, വീണ്ടും കേസ്. അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാമ്യം എടുക്കണം. ഞാൻ ചോദിച്ചു, സാറേ ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ഇത് തള്ളിയ കേസല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഇത് നിങ്ങൾ കേസെടുക്കണമെന്ന്. അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ബുക്കെടുത്ത് എൻ്റെ മുമ്പ് വെച്ച് തന്നിട്ട് അതിൻ്റെ സൈഡിൽ എഴുതിക്കണം, വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പം അതിൽ എഴുതിയിരിക്കുന്ന, അതായത് നമ്മളെ റൂറൽ SP അന്ന് ആരാണ്, അശോക് കുമാർ സാർ അങ്ങനെ എന്തെങ്കിലാണ് പേര്, അദ്ദേഹം അതിൻ്റെ സൈഡിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി ജയപാലനെ സൈബർ ക്രൈം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ അടയ്ക്കണം. ഇത് ആനന്ദൻ്റെ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ ഈ സബ് ഇൻസ്പെക്ടർ വളരെ ദയനീയമായിട്ട് എൻ്റെ ചോദിച്ചാണ്, ചേട്ടാ നമ്മളെന്ത് ചെയ്യണം, നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, സ്റ്റേഷൻ ജാമ്യത്തിന് ഇവിടെ 2 പേരെ കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ നമ്മളെ ഈ സന്തോഷിനെ നമ്മളെ RSSൻ്റെ ഒരു നേതാവിനെ കൂടെ കൊണ്ടുപോയി നമുക്ക് ജാമ്യം എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ സ്കൂൾ മാനേജറുടെ തന്നെ ഒരു ഫോണ് ഈ സന്തോഷിന് വരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് സ്പീക്കർ ഫോണിലിട്ട് കേൾപ്പിച്ചു വന്നു. അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് സാബ് പറഞ്ഞ വിവരങ്ങളാണ് അയാൾ പറയുന്നത്.
അയാൾ ഈ ജയപാലൻ എന്ന് പറയുന്ന വ്യക്തി BJPയുടെ പ്രവർത്തകനൊന്നുമല്ല. അയാളെ നിങ്ങൾ കേസെടുത്ത് അയാളെ അകത്താക്കുക, നമ്മളതിലൊന്നും ഇടപെടില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് നമ്മുടെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അണ്ണന്മാർ ചെയ്തത്. എന്നിട്ട് എനിക്കെതിരെ അപവാദ പ്രചരണമൊക്കെ നടത്തി. അപ്പോൾ അതായിരുന്നു യഥാർത്ഥ സംഭവം എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് കോടതിയിൽ കേസായി. പിന്നെയാണ് കോടതി അല്ല, അപ്പോൾ കേസായില്ല. അത് അവിടെ തീർന്നു. അവിടെ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഒരു എന്താണ് സുജീഷ് എന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു പയ്യൻ, ഒരു പോലീസ് ഇൻസ്പെക്ടർ, അയാൾ വന്നിട്ട് പോലീസുകാരെ പറഞ്ഞിട്ട് ഈ പോലീസുകാർ വരുന്നത് അത്രയും ഇല്ല, പിടികിട്ട പുള്ളികളെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർ പരക്കം പാഞ്ഞ് ഓടും. അതുപോലെ എൻ്റെ വീട്ടിൽ 4 വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഓട്ടം ചാട്ടം ബഹളമായിട്ടൊക്കെ കാണിച്ച്. അപ്പോൾ ഞാൻ മാറിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഒരാളുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് വളരെ മോശമായിട്ടാണ് അയാളുടെ പെരുമാറ്റം. പയ്യനാണ്, എടാ പോടാ മറ്റവനെ എന്നൊക്കെ വിളിച്ചാണ്. ഇല്ല, ഒരു വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു വ്യക്തിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അതുപോലെയാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഏത് മൊബൈൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ആ മൊബൈലില്ല. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന എൻ്റെ മകള് ഉപയോഗിച്ചിരുന്ന അത് വിൻഡോസ് 10 നമ്മൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഏറ്റവും വില കൂടിയ ഫോണാണ്. 25,000 രൂപയാണ് എൻ്റെ വില. ഇതിലാണെന്ന് പറഞ്ഞു. ആ ഫോണിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഫോണൊക്കെ നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. അത് പുള്ളി പറഞ്ഞ് ആ ഫോൺ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്നത്, എൻ്റെ മോള് ആത്മഹത്യ ചെയ്ത് അറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്നതാണ്, എനിക്ക് അത് തരാൻ പറ്റില്ല. പോടാ അതെന്ന് പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല. അയാൾ ഫോൺ മേടിച്ച് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിനെ വിട്ട് എൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടറും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. ഇന്ന് വരെ ഈ 2 സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കിട്ടുമല്ലോ നമുക്കറിയാം. കാര്യം യുവന്മാർ ഇത് കൊണ്ടുപോകും. ഒരു പോലീസുകാരന്മാർ ഇത് അവിടെ ഫോറൻസിക്കിനൊന്നും ആവശ്യമില്ല. കാര്യം 25,000 രൂപയുടെ മൊബൈൽ, 40,000 രൂപയുടെ കമ്പ്യൂട്ടർ, ഇതൊക്കെ ഇവനൊക്കെ കഴിക്കുമോ? എല്ലാ പോലീസുകാരന്മാരും ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. കാര്യം ഇത് മറ്റേ പരിശോധന കോടതി കേസാകുമ്പോൾ ഇത് ആരും ചോദിക്കാൻ പോണില്ല. കാര്യം ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എൻ്റെ അത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അതിനിടെയാണ് ഇത് കേസാവുന്നത്. അപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കേസ് ഈ വാദിച്ച് ഇത് എന്നെ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് ശംഭുവിന് എൻ്റെ 1000 നന്ദി. കാര്യം വെച്ചാൽ എനിക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് അദ്ദേഹത്തിന് ഇതുവരെയും പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിൽ ഞാൻ ഈ 2-2.5 വർഷം ആക്സിഡൻ്റായിട്ട് ഒന്നിനും പറ്റാത്തൊരു സ്റ്റേജാണ്. ഇപ്പോഴത്തെ വീണ്ടും വയറ്റിന് സുഖമല്ലാതെ വീണ്ടും വയ്യാതായി. ഇപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് തന്നെ ഇത് ഈ ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. കാര്യം ആൻറ്റിബയോട്ടിക് അത്രയും കഴിച്ചിട്ട് എനിക്ക് ഈ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പഴയതുപോലെ പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇറങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കണം, ഞാൻ കൊടുക്കും. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ ഈ പൊതു പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാനസികമായുള്ള ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നേരിട്ടത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രയോജനം എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നൊരു നന്ദി വാക്കുപോലും ഒന്നുമില്ല കിട്ടാതെ അതിന് പകരം ക്രൂരമായ വാക്കുകളും എന്താ പറയുക ദുഃഖകരമായ ജീവിതങ്ങളും ഒക്കെയാണ് സാറിന് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരോട് എന്താണ് സാറിന് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? എനിക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരോട് പറയുന്ന മെസ്സേജിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ രാഷ്ട്രീയപരമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ച സമയത്ത് എനിക്കുണ്ടായൊരു ദുരനുഭവം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ദുരനുഭവത്തിൽ എൻ്റെ ഒരുപാട് CPMൻ്റെ സുഹൃത്തുക്കൾ, കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് നീ മാറി നമ്മളെ കൂടെ വാ, നമ്മൾ നിനക്ക് ഉചിതമായ സ്ഥാനം തരാം, നീ വാ എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരില്ല. നിനക്കിതിൽ നിന്നിട്ട് വല്ല ലാഭമുണ്ടോ? ഞാൻ ലാഭം പ്രതീക്ഷിച്ചല്ല ഞാനൊരു സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവായാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയായാലും അയ്യപ്പ സേവാ സമാജമായാലും നമ്മൾ തപസ്യയായാലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ RSS പ്രവർത്തകർ 90% ആൾക്കാരും അവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഒരു ഭാഗത്ത് എടുത്താണ് ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പൈസ എടുത്തിട്ടല്ല ചെയ്യുന്നത്. അത് ഒരു പക്ഷേ വെളിയിലുള്ളവർക്ക് അറിയില്ല. അപ്പോൾ ഈ RSS എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ ഒരു സംഘടനയാണ്.
അതിൻ്റെ ആശയം ഭയങ്കരമാണ്. അത് എന്ന് പറയുന്നത് അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരേ ഒരു ITC മാത്രം പോയാൽ മതി. ഒരു വ്യക്തി ഒരേ ഒരു ITC, തേർഡ് OTC ഒന്നും പോകണ്ട. ഒരേ ഒരു ITC മാത്രം പോയി കഴിയുന്ന ഒരു വ്യക്തിക്ക് RSS എന്താണെന്നും RSSൻ്റെ പ്രവർത്തന രീതികൾ എന്താണെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും രാജ്യത്തിന് വേണ്ടി RSS എന്താണ് ചെയ്യുന്നതെന്നും പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ ആ ഒറ്റ ITC മതി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കേസ് ഞാൻ ഈ അഡ്വക്കേറ്റ് ശംഭുവിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്നോട് ഒരു ദിവസം പറഞ്ഞതാണ്, ചേട്ടാ നിങ്ങളെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ തകർത്തതാണ്. കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ബൂം ചെയ്തപ്പോൾ അവർക്ക് പിടിച്ചില്ല. അപ്പോൾ നിങ്ങൾ വളരരുത്, അതായിരുന്നു അവരുദ്ദേശിച്ചത്. അതാണ് അവരുദ്ദേശിച്ചത്. അതുകൊണ്ടിട്ട് ചേട്ടൻ ഇനി ഇങ്ങനെ ശ്രദ്ധിച്ച് പോകണം. ഇപ്പോഴത്തെ പുതിയ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ പരമാനാറി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനിവിടെ ഈ മണ്ഡലത്തിനകത്ത് മൊത്തവും ജാതീയത കൊണ്ടുവന്നിട്ട് ഈ സംഘടനയ്ക്കകത്തുള്ള പ്രവർത്തകരെ മൊത്തവും ഛന്നഭിന്നമാക്കി നിർത്തിയിരിക്കുന്നു. ഇവിടെ ഒരു പ്രവർത്തനം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. ഇലക്ഷന് പോലും ഇവിടെ ശരിക്കും വർക്ക് നടന്നിട്ടില്ല. ഇവിടെ ഈ ചിറയൻകീഴ് മണ്ഡലത്തിൽ വോട്ടൊക്കെ കിട്ടിയെന്ന് പറയുന്നത് അടൂരൊക്കെയാണ് കിട്ടിയിട്ടുള്ള കൂടുതൽ. ഇവിടെയും കിട്ടിയെങ്കിൽ തന്നെയും അത് മോദിജിയോടുള്ള ഒരു അനുഭവം മാത്രമാണ്. അല്ലാതെ BJP ഇവിടെ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടോ എടുത്തതുകൊണ്ടോ അടിത്തട്ടിലേക്ക് പോയി പ്രവർത്തിച്ചുകൊണ്ടോ ഒന്നുമല്ല. ഇത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതികളെ ഇവർ പോയി ആരെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല, ആർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഇവർ ഇപ്പം ഈ മണ്ഡലം പ്രസിഡന്റ് ഒരു സ്വഭാവം എന്ന് പറയുന്നത് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ച ഉടനെ അയാളെ ആ ചുമതലയിൽ നിന്ന് മാറ്റി പുതിയൊരു ഇതിനെ കൊണ്ടുപോയി. ഇപ്പം ഉള്ളതൊക്കെ ഒരു ഫാമിലിയിലുള്ള 2-3 പേരാണ് അതിൻ്റെ പാർട്ടിയുടെ ചുമതലയിലുള്ളത്. ഇവർ മാത്രമാണ് യഥാർത്ഥ സംഘടന മണ്ഡലത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ചുമതലയൊക്കെ ഉള്ളത്. അല്ലാതെ വലിയ പ്രവർത്തകരൊന്നും അയാളെ കൂടെ ഇല്ല. അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയാളെ ജന്മഭൂമിയുടെ ആറ്റിങ്ങൽ ബ്യൂറോയുടെ ചുമതലയിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ബ്യൂറോ ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് കഷ്ടപ്പെട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. വേറെ ആരും ആ സമയത്തില്ലായിരുന്നു. അയാൾക്ക് അവിടുത്തെ ഓഫീസ് മൊത്തം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു വിനയിൽ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തു. അവിടെ മേശയും കസേരയൊക്കെ ഇടേണ്ട പൊസിഷൻ മറ്റേ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് കൂടെ പരസ്യം പിടിക്കാനൊക്കെ കൂടെ ഇറങ്ങി ഒരുപാട് സഹായിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അയാളാണ് അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ആറ്റിങ്ങൽ കാര്യാലയത്തിൽ വെച്ച് അന്നത്തെ പ്രചാരക കണ്ണഞ്ചി എന്നെ കണ്ടത്, ചേട്ടാ കേസ് എന്തരാ, ഞാൻ വിളിക്കണോ അവരെ? ഫോൺ എടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് വന്നാൽ പിന്നെ അദ്ദേഹം പിന്നെ എനിക്ക് പിടി തരില്ല. അവസാനം ഞാൻ അദ്ദേഹത്തെ എറണാകുളത്ത് വെച്ച് ഭാസ്കര്യത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കിട്ട് പണിഞ്ഞത്. അപ്പോൾ ഇവൻ ആളെക്കുറിയല്ല ഇത്രയല്ലേ ഉള്ളൂ. ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ആളെക്കുറിയെ അവരെ വിശ്വസിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറയും. പബ്ലിക് പഴയ ഒരു ചൊല്ലാണത്. അപ്പോൾ അത് വാസ്തവമാണ്. ഇവനൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇവനൊക്കെ നമ്മളെ കൂടെ നിന്നിട്ട് ചതിക്കണവന്മാരാണ്. ഇവനെയൊക്കെ പോലുള്ളവർ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് ജനത്തിന് ശാപമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയേണ്ടത്, ഇങ്ങനെ ഉള്ള രാഷ്ട്രീയ ഒരു തെമ്മാടിത്തരമുള്ള ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജെന്യുവനായിരിക്കണം, പക്കയായിരിക്കണം. നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. നമ്മളെ കൂടെ നിൽക്കുന്നവരെ തന്നെ നമ്മളെ ചതിക്കും. അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഈ RSS എന്ന് പറയുന്ന ഒരു മഹത്തായ സംഘടനയാണ്. നമുക്ക് ഒരിക്കലും അതിന് പകരം വയ്ക്കാൻ ഒരു സംഘടനയില്ല. അപ്പം അതിനെ ഇട്ടുകളഞ്ഞിട്ട് പോകരുത്. ഞാൻ അതാണ് ചെയ്തത്. കാര്യം എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാൻ ഇട്ടിട്ടൊന്നും പോയില്ല. ഞാൻ മറ്റ് ചുമതലകളിലേക്ക് മാറി വരികയാണ് ചെയ്തത്. അതുവരെ തന്നെ ആ ഒരു ചുമതലകൾ പോലും എടുക്കാനായിട്ട് തരാനായിട്ട് ഇരിക്കാൻ ഈ ഹരി എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റ് ഒരുപാട് കളിച്ചു. ഇപ്പോൾ തന്നെ ഞാനിവിടെ ചിറയൻകീഴ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇലക്ഷൻ സമയത്ത് BJPയുടെ ഒരു പാനലില്ലാത്തതിന് ഒരുപാട് പേര് വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുക, എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ പ്രവർത്തകർ തന്നെ എൻ്റെ അടുത്ത് പരാതിയായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ വീഡിയോ ചെയ്തു ചോദിച്ചുകൊണ്ട്. അത് കണ്ടിട്ട് ജന്മഭൂമിയിൽ വിളിച്ചിട്ട് ഞാൻ ജന്മഭൂമിയുടെ ബോർഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ ജന്മഭൂമിയുടെ പേരും പറഞ്ഞ് ഇവിടെ വാർത്ത എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം കൊണ്ട് വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് എന്നെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് സംസാരിച്ച് ഞാൻ ചോദിച്ചു, ഞാൻ ജന്മഭൂമിയുടെ ബോർഡ് ഇവിടെ ഇരിക്കണം. ഞാൻ നേരത്തെ ലേഖനായിരുന്നപ്പോൾ വെച്ച ഫ്ലക്സാണ്.
അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ, നിങ്ങളൊരു പരസ്യമല്ല, അത് വേണ്ട, അത് നിങ്ങളിപ്പം ജന്മം വേണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അത് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അതവിടെ എന്തായാലും ഇരിക്കട്ടെ, ഞാൻ അടുത്ത് കളയണില്ലെന്ന് പറഞ്ഞു. അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവന് എന്നിട്ട് ഇവിടെ ചാർക്കര ആ ശക്തി ഹോട്ടലിൽ അവിടെയൊക്കെ വന്നിട്ട് എല്ലാവരുടെയൊക്കെ പറഞ്ഞു അയാളെ BJPയുടെ BJPയുടെ എന്ന് മാത്രമല്ല പരിവാറിൻ്റെ ജില്ലയിൽ പോകാൻ സമ്മതിക്കില്ല, താലൂക്കിൽ പോകാൻ സമ്മതിക്കില്ല, മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, അവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, മറ്റു ചെയ്യാൻ സമ്മതിക്കില്ല. എവൻ്റെ വകയാണ് ഈ സംഘടന എന്ന് പറയുന്നത്. BJP എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മണ്ഡലം പ്രസിഡന്റ് വകയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവനെ പോലെയുള്ളവന്മാരെ ഈ സംഘടനയിൽ നിന്ന് എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. ഇത് മോളിൽ ഇരിക്കുന്നവർ ഒന്നും മനസ്സിലാക്കുന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും പരാതി പറഞ്ഞ് ഈ പരാതി പറയുന്നതിനെതിരെയാണ് മോളിൽ ഇരിക്കുന്നത് ഇടപെടുന്നത്. ഈ പരാതിക്കാരനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. അല്ല, പരാതിക്കാരനെ കുറിച്ചല്ല, ഈ ആരോപിക്കപ്പെട്ട ആളിനെ കുറിച്ച് അന്വേഷിക്കില്ല. ഈ ഇരിക്കുന്ന ജില്ലാ പ്രസിഡന്റായാലും ശരി, സംസ്ഥാന പ്രസിഡന്റായാലും ശരി, താഴേക്ക് ഇറങ്ങി വന്ന് ഈ കാര്യം അന്വേഷിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ സുദർശനെ കുറിച്ച് ഞാനൊരു പരാതി സംഘടനയിൽ പറഞ്ഞു. അപ്പം അത് എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് മോളിൽ ഇരിക്കുന്നവരാണ്. അല്ലാതെ ഞാൻ വന്ന് പറഞ്ഞ ഉടനെ നിങ്ങളെ അങ്ങ് എടുത്ത് വെളി മാറ്റി നിർത്തുന്നതല്ല രീതി എന്ന് പറയുന്നത്. ഈ സംഘടനയ്ക്കകത്തുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. ഇപ്പോൾ RSS എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഏതാണ്, വെറും വായി നോക്കിയുണ്ട്. യുവമാർ നേരെ ചെന്നിട്ട് ഒരു പരാതി മോളിൽ പറഞ്ഞ ഉടനെ അതിൽ തൂങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് രണ്ടു കൂട്ടരെയും കൂടി ഇരുന്ന് സംസാരിക്കണ്ടേ അല്ലേ? ഇപ്പോൾ കിഴുവനം പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു വിഷയം ഉണ്ടായി. അവിടെ ഒരു വിഷയം ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ പല ആൾക്കാരോട് സഹകരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടിക്കാർ ഇവിടെ വന്നിട്ട് ഭയങ്കര പിരിവാണെന്ന് പറയും. നിങ്ങൾ ഇത്ര രൂപ ഇപ്പോൾ മേടിച്ചിട്ട് 500 രൂപ. ഞാൻ വെച്ചാൽ ആര് മേടിച്ചിട്ടുണ്ട്? അതാണെങ്കിൽ എനിക്ക് അറിയണമല്ലോ. ഞാൻ അറിയാതെ എങ്ങനെ നമ്മുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ അറിയാതെ എങ്ങനെ പൈസ ഇരിക്കുന്നു? ഇവിടെ ആരും അങ്ങനെ പൈസ പിരിച്ചില്ലല്ലോ. ആളുടെ പേര് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു ബിജു ഒരു പിക്കപ്പ് ഡ്രൈവറാണ് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ വിളിച്ചിട്ട് പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവനും അന്തം വിട്ടുപോയി. അപ്പോൾ എല്ലാവരും അപ്പം ഇതാകൊണ്ട് ഈ ആൾക്കാർക്കൊരു വെറുപ്പുണ്ടാക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് പ്രതികരിച്ച് നമ്മുടെ ഗ്രൂപ്പ്, അവരുടെ ഒരു ഗ്രൂപ്പ് അതിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കയറി എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് അന്നേരത്തെ ആ ഒരു ഇമോഷനിൽ ശക്തമായിട്ടൊരു ഭാഷ ഞാൻ ഉപയോഗിച്ചു. അത് ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ ഉടനെ അത് വെച്ചുകൊണ്ട് നേരെ സംഘത്തിൽ പോയി ജില്ലാ നേതൃത്വത്തിൻ്റെ അടുത്ത് പോയിട്ട് പരാതിപ്പെട്ടു. ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് മറ്റേതാണ് മറിച്ചാണ് ഭയങ്കര ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് BMSൻ്റെ പ്രമോദും ബാച്ചും ഒക്കെ ചേർന്നുകൊണ്ട് എൻ്റെ കാൽ വെട്ടിക്കളയുന്നുമുണ്ട് വിളിച്ചത് ഈ നമ്മളെ കിഴുവനം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിജയകുമാർ സാറുമായിട്ട് അയാളുടെ ഫോണിൽ കൂടെ വിളിച്ചു കഴിഞ്ഞു. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അവന്മാരെ വരാൻ പറയുന്നത്, അവന്മാരെ കാല് വെട്ടോട്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ. അല്ലെങ്കിൽ ചെയ്ത തെറ്റ് തിരുത്തണം എന്നല്ല, അതിന് എതിരെ സംസാരിച്ച ആളിൻ്റെ കാല് വെട്ടും കൈ വെട്ടും. അതും സംഘടനയുടെ അകത്തുള്ള ഒരാളാണ്, വെളിയിലുള്ള ആളുമല്ല. ഇവരൊക്കെയാണ് ഈ നാട് നന്നാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ പ്രവർത്തകർ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം ഈ പാർട്ടി പ്രവർത്തനത്തിൽ വരാൻ. അത്രയും എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.